തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ ഡ്രൈവർ യദു എന്ന് പറഞ്ഞ ആൾ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം എടുക്കാറായി 2-3 കിലോമീറ്റർ KSRTC ഹെഡ് ക്വാർട്ടേഴ്സിലെത്താൻ ഉള്ള സമയത്ത് മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നോ ഇദ്ദേഹം റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് വിധത്തിൽ വണ്ടി ഓടിച്ചെന്നോ എന്ത് പറഞ്ഞാലും ശരി, മേയറുടെ വാഹനം റോങ് സൈഡിൽ കൂടെ കയറി KSRTC വണ്ടിയുടെ മുമ്പിലിട്ട് ബ്ലോക്ക് ചെയ്തു. വാഹനം നിന്നു. രണ്ടുപേരും വാക്കുതർക്കമായി. അന്നേരം മോശം പദപ്രയോഗങ്ങൾ ഡ്രൈവർ നിരത്തിയെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. അയാൾ പറയണത് താൻ ചോദിച്ചതിന് മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർ മേയറാണെന്ന് തനിക്കറിയത്തില്ല. പക്ഷേ റോഡിൻ്റെ ഇടതുവശത്തു കൂടി, എൻ്റെ വണ്ടിയുടെ ഇടതുവശത്തു കൂടി റോങ് സൈഡിൽ അവരുടെ വാഹനം വന്നു റോഡ് ബ്ലോക്ക് ചെയ്തു. അതിന് മേയർക്ക് അധികാരമില്ല. വണ്ടി തടയുന്നതിനും മേയർക്ക് അധികാരമില്ല. മേയറുടെ ഭർത്താവ് സച്ചിദേവ് MLA കൂടെയുണ്ട്. ആ വാഹനത്തിൽ സഞ്ചരിച്ചവരെല്ലാവരും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സീറ്റ് റിസർവ് ചെയ്ത് വന്നവരാണ്. അവരുടെ ഡെസ്റ്റിനേഷനിലെ തമ്പാനൂർ അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പലരും 2-3 കിലോമീറ്റർ ഇപ്പുറം ഇറങ്ങി. അവർക്കുണ്ടായ നഷ്ടം ആരും നികത്തും. അവരെ റിസർവ് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പരും കൊടുത്ത് നേരത്തെ റിസർവ് ചെയ്ത് വന്നവരാണ്. അവർക്ക് ഉണ്ടായ നഷ്ടം ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ MLA വഹിക്കേണ്ടി വരും. ആ വാഹനം പിന്നെ ഓടിയില്ല. പോലീസ് സ്പോട്ടിൽ വന്നു. ഒരു MLAക്കോ ഒരു മേയർക്കോ KSRTCയുടെ ഒരു ബസ്സിൻ്റെ ഓട്ടം തടയാനോ തടഞ്ഞിടാനോ അധികാരമില്ല. ആ വാഹനം പിന്നെ ഓടിയില്ല. യാത്ര ചെയ്തവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ KSRTCയും അല്ലെങ്കിൽ മേയറും അല്ലെങ്കിൽ MLAയും ബാധ്യസ്ഥരാണ് എന്നാണ്. അതിൻ്റെ നിയമപരമായ ഒരു ബാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഞാൻ വാഹനത്തിൽ കയറി ടിക്കറ്റ് നേരത്തെ എടുത്തു അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വന്നതാണ്. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വരണം. വഴിക്കെന്നെ ഇറക്കി വിട്ടാൽ അത് ടിക്കറ്റിൻ്റെ വില തന്നെ എന്നെ തൃപ്തിപ്പെടുത്താമെന്ന് കരുതണ്ട. എനിക്ക് അന്നത്തെ ദിവസം വലിയധികം പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. KSRTCക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്താൽ അതിനകത്ത് ഉത്തരവാദികളായവർ ആരാണെന്ന് KSRTC കണ്ടുപിടിക്കണം. KSRTCയിലെ അല്ലെങ്കിൽ മന്ത്രി പെട്ടെന്നൊന്നും നടപടിയെടുക്കാതിരുന്നത് നല്ല കാര്യം. ഇതേപ്പറ്റി അന്വേഷിക്കട്ടെ. അയാളുടെ പൂർവ്വചരിത്രമൊന്നും നോക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആ വാഹനം ഓടിച്ചു വന്ന ഡ്രൈവർ KSRTCയിലെ ഡെയിലി വേജസുകാരനാണ്. ആ വാഹനം തടയാൻ മേയർക്ക് കഴിയുമോ? ആ വാഹനം തടയാനായിട്ട് ഒരു MLAക്ക് കഴിയുമോ ഈ നാട്ടിൽ? അതുകൊണ്ട് അതാണ് നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് യാത്രക്കാർക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്തായാലും മന്ത്രി ആ കാര്യത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ട് ഡ്രൈവർക്കെതിരായിട്ട് നടപടിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ ഡെയിലി വേജസുകാരനാണ്. KSRTCയുടെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ തുടങ്ങി. അവരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ നടപടി ഉണ്ടാവുകയുള്ളൂ. മേയറുടെ ഭാഗത്തുണ്ടായ തെറ്റായ നടപടിയാണ്. ഒരാൾ റോങ് സൈഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കുക, വണ്ടി തടയാം, പോലീസ് തടയാം. മേയർ തന്നെ നിയമം കയ്യിലെടുക്കുന്നത്, അല്ലേ MLA തന്നെ നിയമം കയ്യിലെടുക്കുന്നത്, അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പ്രവൃത്തി ഇവർ കയ്യിലെടുക്കുന്നത് തെറ്റായ നടപടിയാണ്. അങ്ങനെ നടപടിയെടുത്തപ്പം ആ വാഹനം റോഡിൽ കിടന്നു. യാത്ര ചെയ്തവർക്ക് വലിയ നഷ്ടമുണ്ടായി. ആ നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാൻ അവർ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ KSRTCയും ഫയൽ ചെയ്യേണ്ടി വരും. ഏതായാലും ഇയാളെ യദു എന്ന ഡ്രൈവർ നിയമക്കാരനാണ്. അയാളുടെ നേരത്തെയുള്ള ഹിസ്റ്ററികളും ഒക്കെ ചികഞ്ഞു തുടങ്ങി. അതിലൊന്നും ഇപ്പോഴത്തെ ഇഷ്യൂ മാത്രം നോക്കുക. അതിനകത്ത് അയാൾ തെറ്റുകാരനാണോ, ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായത്? ഏതായാലും KSRTCയിൽ തൽക്കാലം അയാൾ ഡെയിലി വേജസ് ആയതുകൊണ്ട് അവിടുത്തെ DGയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ജനപ്രതിനിധികളായ
അവർ രണ്ടുപേരും ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി അവർ അപ്പം തന്നെ സ്പോട്ടിൽ വരുമല്ലോ, അത് ചെയ്തില്ല. പോലീസ് വന്ന് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ശരി, പോലീസ് നിയമം അനുസരിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആ ഡ്രൈവർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അയാൾ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ട് വണ്ടി ഓടിച്ചെങ്കിൽ അതിനെ സംബന്ധിച്ച് പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാം. പക്ഷേ യാത്രക്കാരെന്ത് ചെയ്യും? അയാൾ ഒരു വാഹനത്തിൽ ഇടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, റോങ് ആയിട്ട് വണ്ടി ഓടിച്ചു എന്ന് ആരോപണമാണ്. ശരിയായിരിക്കാം ചിലപ്പോൾ അത്, പക്ഷേ അതേപ്പറ്റി അന്വേഷിച്ച് മാത്രമേ ഒരു നടപടി എടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇവർ രണ്ടുപേരുടെയും ആ നടപടി നിയമവിരുദ്ധമാണ്. അതുകൂടെ പരിഗണിച്ച് വേണം ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടി സ്വീകരിക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം.